ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ മിൽക്ക് പുഡിംഗ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടോപ്പിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യമേ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഷുഗർ ഒന്ന് കരാമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരാമലൈസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഷുഗർ സിറപ്പിൻ്റെ കളറ് ഇപ്പോൾ കുറച്ച് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലവർ മിക്സ് തയ്യാറാക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കലക്കി വയ്ക്കാം. ഷുഗർ സിറപ്പ് ഇപ്പോൾ നന്നായിട്ട് കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് ചുവ വരും. അതുകൊണ്ട് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഷുഗർ കരാമലൈസ് ചെയ്യാൻ തുടങ്ങിയ ഉടനെ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഷുഗർ സിറപ്പ് കരാമലൈസ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ കോൺഫ്ലവറിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കും. ഈ കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ എല്ലാം കൂടെ അങ്ങ് കാരമലൈസ് ചെയ്ത ഷുഗർ എല്ലാം കൂടെ കട്ട പിടിച്ചു പോകും. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതാക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ആഡ് ചെയ്യുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അതേപോലെ കോൺഫ്ലവർ മിക്സ് ഈ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിക്കണം. അത് ചൂടായിട്ടിരിക്കുന്ന കാരണം ഇത് ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മേത്തേക്കെല്ലാം തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ മിക്സ് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ബേസ് ലെയർ തയ്യാറാക്കാം. ഒരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. മൈദ ബട്ടറിൽ നന്നായിട്ട് നനഞ്ഞു കിടക്കാൻ പാകത്തിന് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഈ മിക്സിലേക്ക് പാലൊഴിക്കുമ്പോഴത്തേനും ഒട്ടും കട്ട പിടിക്കത്തില്ല. ബട്ടർ ഒന്ന് ഉരുക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പും 1 ടേബിൾ സ്പൂണുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മൈദ ഇടുന്ന ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അതൊന്ന് കട്ട പിടിച്ചു പോവും. അതേപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ മൈദ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ മൈദ നമുക്കൊന്ന് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മൈദയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു റോസ്റ്റ് ചെയ്ത മണം വരാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇതിലേക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മിക്സ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറുകി കട്ട പിടിച്ചു പോകും. ഇപ്പോൾ ഈ മിക്സ് ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഈ മിക്സ് ഇപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിനുള്ള ബേസ് ലെയറും ടോപ്പ് ലെയറും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യമേ പാലിൻ്റെ ലെയർ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ ലെയർ ഉണ്ടാക്കി ഉടനെ തന്നെ നമ്മളത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അതൊന്ന് കുറുകി പോവും. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ചെറിയ പാട പോലത്തെ ലെയർ ഫോം ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് അതിനോട് ചേർന്നിരിക്കത്തില്ല, വിട്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കുറച്ച് കുറുകി വന്നിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറൊക്കെ ആയി വരുന്നത്.
കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.